ഷോർട്സിൽ കണ്ട പോലെ തന്നെ നമുക്ക് ചിക്കൻ കറി കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മിക്സ് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു തവ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റിയെടുത്തു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഈ ചിക്കൻ കറി ഞാൻ തക്കാളി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. തക്കാളി ആഡ് ചെയ്യാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ആഡ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. എടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കനും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് വെള്ളം ഒഴിക്കാതെയാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കിയ കപ്പ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, തിളച്ച് വന്നതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ശേഷം നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, കരിയാപ്പില, ശകലം വെളുത്തുള്ളി, ചെറിയുള്ളി, കാന്താരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കപ്പ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഊറ്റിയെടുത്ത് ശേഷം അരച്ച് വെച്ച അരപ്പ് അതിനകത്തിട്ട് ഒന്ന് ആവി കയറിയതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുടെയും കപ്പയുടെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. Thank you.